വയനാട്ടിൽ സംഭരിച്ച വനവിഭവങ്ങൾ കയറ്റി അയക്കാനാകാതെ പ്രതിസന്ധിയിലായി പട്ടികവർഗ സഹകരണ സംഘം. ചുണ്ടയും കൊറന്തോട്ടിയും ആയുർവേദ മരുന്ന് കമ്പനികൾക്ക് കയറ്റി അയക്കാൻ വനംവകുപ്പ് അനുമതി നിഷേധിക്കുന്നതായാണ് പരാതി. നൂൽപ്പുഴ പഞ്ചായത്തിലെ കല്ലൂരിൽ വനവിഭവങ്ങൾ ശേഖരിച്ച് വിൽപ്പന നടത്തുന്ന പട്ടികവർഗ സഹകരണ സംഘമാണ് പ്രതിസന്ധിയിലായത്. ഗോത്രവിഭാഗങ്ങളിൽ നിന്ന് ടൺ കണക്കിന് വനവിഭവങ്ങളാണ് സൊസൈറ്റി ശേഖരിച്ച് സൂക്ഷിച്ചിരിക്കുന്നത്. ഇവ കയറ്റി അയക്കാൻ സംഘത്തിന് ഇതുവരെ വനംവകുപ്പിന്റെ പാസ് ലഭിച്ചിട്ടില്ല. 40 ലക്ഷം രൂപയുടെ വനവിഭവങ്ങളാണ് കെട്ടിക്കിടന്ന് നശിക്കുന്നത്. വനാവകാശ നിയമപ്രകാരം വനവിഭവങ്ങൾ ശേഖരിക്കാനും സംസ്കരിക്കാനും വിപണനം നടത്താനും സൊസൈറ്റിക്ക് അവകാശമുണ്ട്. ഇപ്പോൾ ചില വ്യാജ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് വനംവകുപ്പ് പാസ് അനുവദിക്കാത്തതെന്ന് സംഘം ഭാരവാഹികൾ പറയുന്നു. ശരിക്കും പറഞ്ഞാൽ 2 വർഷത്തെ കുറുന്തോട്ടി കെട്ടിക്കിടക്കുകയാണ്. ഇത് കൊണ്ടുപോകാത്ത മൂലം അത് സൊസൈറ്റിക്കും ആദിവാസികൾക്കും നഷ്ടമാണ്. കിട്ടുന്ന ഉപജീവന മാർഗം ഇല്ലാതാവുകയാണ്. ഇത് എത്രയും പെട്ടെന്ന് കൊണ്ടുപോയില്ലെങ്കിൽ, ഈ വർഷം കൂടി കൊണ്ടുപോയില്ലെങ്കിൽ ഇത് വളരെ ഫുൾ നശിച്ചു പോവുകയുള്ളൂ. നിലവിൽ സംഭരിച്ച വനവിഭവങ്ങൾ ഗോഡൌണിൽ കെട്ടിക്കിടന്ന് നശിക്കുകയാണ്. മഴക്കാലത്തിന് മുൻപ് ഇവ ആയുർവേദ കമ്പനികൾക്ക് നൽകിയില്ലെങ്കിൽ വലിയ ബാധ്യതയാകും സൊസൈറ്റിക്ക് ഉണ്ടാവുക. ഗോത്രവിഭാഗങ്ങളുടെ ഉപജീവനത്തെയും ഇത് പ്രതികൂലമായി ബാധിക്കും. മാതൃഭൂമി ന്യൂസ്, വയനാട്.